السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണല്ലോ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത്. പെരുന്നാൾ നിസ്കാരത്തിലേക്ക് ഒട്ടേറെ ശ്രേഷ്ഠതകളും പവിത്രതകളുമുണ്ട്. എങ്ങനെയാണ് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കേണ്ടത്, അതിന്റെ സമയം എപ്പോഴാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആദ്യമായി പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം. പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ചതു മുതൽ ഉച്ചവരെയാണ്. സൂര്യൻ ഉദിച്ചതു മുതൽ, പെരുന്നാൾ ദിവസത്തിലെ സൂര്യൻ ഉദിച്ചതു മുതൽ ഉച്ചവരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമെന്ന് പറയുന്നത്. ഏറ്റവും നല്ല സമയം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതിർ ഉയർന്നതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അതായത് സൂര്യൻ ഉദിച്ച് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുന്നേ ഫിത്ർ സക്കാത്ത് കൊടുത്തുവിട്ടാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. വർഷത്തിൽ 2 പ്രാവശ്യമാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നത്. ഒന്ന് ചെറിയ പെരുന്നാളും രണ്ടാമത്തത് വലിയ പെരുന്നാൾ നിസ്കാരവും. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നിസ്കാരത്തിന്റെ നെയ്യത്ത് പരിശോധിക്കാം. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ നെയ്യത്ത്: ഉസ്വല്ലി സുന്നത്ത ഈദുൽ ഫിത്രി റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. മലയാളത്തിൽ ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നതാണ് ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരത്തിന്റെ നെയ്യത്ത്. അറബിയിൽ വെക്കാൻ കഴിയാത്തവർക്ക് മലയാളത്തിൽ വെച്ചാലും നിസ്കാരം ശരിയാകുന്നതാണ്. അങ്ങനെ നെയ്യത്ത് വെച്ച ശേഷം ആദ്യമായിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. നെയ്യത്തിന് ശേഷം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ശേഷം വജ്ഹത്തു പാരായണം ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷമാണ് 7 തക്ബീർ ചൊല്ലേണ്ടത്. ആ 7 തക്ബീറിന്റെ ഓരോ 2 തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ തസ്ബീഹ് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ 2 തക്ബീറുകൾക്കിടയിലും ഇത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. 7ാമത്തെ തക്ബീർ ചൊല്ലിയതിന് ശേഷം ഈ തസ്ബീഹ് ചൊല്ലേണ്ടതില്ല. പിന്നീട് ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയതിനു ശേഷം ആദ്യത്തെ റക്അത്തിൽ ഖാഫ് സൂറത്ത് ഓതലാണ് സുന്നത്ത്. 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖമർ. ഇനി അത് അറിയില്ല എങ്കിൽ 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ അലയും 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖാശിയയുമാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി അതും കാണാതെ അറിയില്ല എങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയാലും സൂറത്ത് ഓതിയതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇങ്ങനെ 1ാമത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലിയതിന് ശേഷം ഫാത്തിഹ ഓതി സുന്നത്താക്കപ്പെട്ട സൂറത്ത് ഓതി, അങ്ങനെ സാധാ നിസ്കാരത്തിൻ്റെതുപോലെ റുക്കൂ, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം, ഇങ്ങനെ കഴിഞ്ഞ് ഉയരുമ്പോഴുള്ള തക്ബീറിന് ശേഷം 5 തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. ഈ 5 തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ തസ്ബീഹ് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇങ്ങനെ 5 തക്ബീർ 2ാമത്തെ റക്അത്തിൽ 5 തക്ബീറിന് ശേഷം ഫാത്തിഹ പാരായണം ചെയ്ത് മുൻപ് പറഞ്ഞ സൂറത്തുകൾ പാരായണം ചെയ്ത് സാധാരണ പോലെ നിസ്കരിച്ച് സലാം വീട്ടലാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപമെന്ന് പറയുന്നത്. ഇനി ഒരാൾ തക്ബീർ ചൊല്ലാൻ മറന്നാൽ അദ്ദേഹത്തിനേക്ക് പെരുന്നാൾ നിസ്കാരത്തിന്റെ സുന്നത്ത് ലഭിക്കുന്നതാണ്. തക്ബീർ മറന്നു എന്ന് വിചാരിച്ചിട്ട് പെരുന്നാൾ നിസ്കാരത്തിന്റെ കൂലി ലഭിക്കാതെ പോവുകയില്ല. തക്ബീർ മറന്നതിന് വേണ്ടി 1ാമത്തെ റക്അത്തിലെ തക്ബീർ മറന്നാൽ 2ാമത്തെ റക്അത്തിൽ അതിനെ വീണ്ടെടുക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമല്ല. ഇനി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിനു ശേഷം നിങ്ങൾക്കറിയാവുന്ന രൂപത്തിൽ ദുആ ചെയ്തുകൊണ്ട്, പുരുഷന്മാരാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതെങ്കിൽ ഇവിടെ പുരുഷന്മാർക്ക് ഖുത്ബ പ്രത്യേകം സുന്നത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുന്നാൾ നിസ്കാരം നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. وآخر دعوانا الحمد لله رب العالمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.